പ്രൈസ് ലോർഡ്. ഇന്നെല്ലാവർക്കും കരിക്കുറി ദിനത്തിൻ്റെ ആത്മീയമായ പ്രാർത്ഥന ആശംസകൾ. ഒല്ലൂർ പുനർജീവൻ തറവാട്ടിലെയും ഭരതമല പുനർജീവനാശ്രമത്തിലെയും വീടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വയ്യാത്ത മക്കളുടെയും രണ്ടാം ദിന സംഗമം ഇന്ന് ഭരതമലയിലെ കുരിശിൻ്റെ വഴി, കരുണകൊന്ത, ജപമാല, വചനം പങ്കുവയ്ക്കൽ തുടങ്ങി ശുശ്രൂഷകളിലൂടെ രണ്ടാം ദിനത്തിലെ വളർന്നിരിക്കുകയാണ്. പുനർജീവൻ പൈതൃകത്തിലെ രണ്ടാം ദിനത്തിലേക്ക് നോമ്പാചരണം കടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാ ദിവസവും 10 മണി മുതൽ ജപമാല, കരുണകൊന്ത, വചന പങ്കുവയ്ക്കൽ, സ്തുതിപ്പ്, ഉച്ചയ്ക്ക് 2 മണി മുതൽ അടിവാരത്തിൽ നിന്ന് ഭരതാശ്രമത്തിൻ്റെ അടിയിലുള്ള പ്രായശ്ചിത്ത പരിത്യാഗ കുടിലിൽ നിന്ന് പ്രായശ്ചിത്തത്തോടെ, പരിത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ കുരിശിൻ്റെ വഴി വീൽ ചെയറിലും പ്രായമായവരും ഒപ്പം പൂർണ്ണമായി ഉപവാസത്തിലായിരിക്കുന്ന ഞാനും നമ്മുടെ മനോജ് തോപ്പച്ചനും ഇവിടെ വരുന്ന മാറി വരുന്ന കുരിശിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്ന കൂട്ടായ്മകളും ഒരുമിച്ച് ചേർന്ന് ആഴ്ചയിൽ 6 ദിവസം അടിയിൽ നിന്ന് മുകളിലേക്ക് മുള്ളരിഞ്ഞാണം രാജ്യത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ പ്രതികാത്മകമായിട്ട് കെട്ടിക്കൊണ്ട് ഉരുണ്ട് മുകളിലോട്ട് 14 സ്ഥലം ആ ശുശ്രൂഷ കഴിയുമ്പോൾ കടന്നു ചെല്ലുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇരിക്കുന്ന കാരുണ്യ ഭവനിലാണ് അവസാനിക്കുന്നത്. അതുപോലെ പ്രഭാതത്തിൽ 10 മണി മുതലുള്ള ശുശ്രൂഷ ഭരതമലാശ്രമത്തിൽ തന്നെയുള്ള ദേവാലയ സദൃശ്യമായ ദിവ്യബലി അർപ്പിക്കാറുള്ള ആ ഹാളിലാണ് പ്രഭാതം മുതലുള്ള ശുശ്രൂഷകൾ. ഈ വർഷം മുതൽ വേറിട്ടൊരു യാത്ര ഭരതമലാശ്രമത്തിൻ്റെ 1 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ ഈ 14 സ്ഥലത്തിൻ്റെ വെള്ളിയാഴ്ച ദിവസം 2 മണി മുതൽ 4 മണി വരെ ശുശ്രൂഷ വയ്ക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ആരംഭിക്കും. പ്രായശ്ചിത്തത്തോടെ, പരിത്യാഗത്തോടെ ശരീരം തളർന്നവരും പല രോഗങ്ങൾ ആവശ്യമായിരുന്നവരെല്ലാം വാഹനങ്ങളിൽ ഈ 1 കിലോമീറ്ററോളം മുകളിലോട്ട് കയറും. ഒപ്പം നടക്കാൻ പറ്റുന്നവരെല്ലാം കുരിശിനെ 14 സ്ഥലം അനുഗമിച്ച് മുകളിലോട്ട് കാരുണ്യഭവനിലേക്ക് എത്തിച്ചേരുന്നു. വീൽ ചെയറിലുള്ളവർ, കഴിയുന്നവർ വീൽ ചെയറിലും ആയിട്ട് ഒരു വേറിട്ട ഒരു യാത്ര സഭയ്ക്ക് വേണ്ടി സമൂഹത്തിൽ ജ്വലിക്കുവാൻ ഒരുങ്ങുകയാണ് പുനർജീവൻ. പുനർജീവൻ്റെ എന്നും നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം സഭയുടെ ആത്മീയമായ മേഖലകളിൽ നമുക്കൊക്കെ അറിയാം. എത്രയോ ത്യാഗത്തോടെയാണ് നമ്മുടെ ആൻഡ്രൂസ് പിതാവ്, എനിക്ക് പറഞ്ഞാൽ പുനർജീവനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വന്തം അപ്പയാണ്. ഞങ്ങളുടെ പല കാര്യങ്ങളിലും ഞാൻ കുറച്ച് തീരുമാനത്തിലൂടെ ആത്മീയ വളർച്ച ലഭിക്കുവാൻ ഇടയാക്കിയത് നമ്മുടെ സ്വന്തം ആൻഡ്രൂസ് പിതാവാണ്. പിതാവ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് തീക്ഷ്ണമായിട്ട് അറിയാൻ സാധിക്കും. അതിനാൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗം ഈ സഹനത്തിലും പിതാവിൻ്റെ വലിയ യാത്രകൾക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.